ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നാട്ടിലെ എൻ്റെ വീട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അതിൽ ചക്കയും മാങ്ങയൊക്കെ കണ്ടിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇതൊക്കെ കൊണ്ടുവന്നോന്ന്. ഞാനതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിക്കണമെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കിയൊരു വീഡിയോ ആണ് ഇത്. ഇപ്പം നിങ്ങൾ കാണുന്ന സീനെന്ന് പറയുന്നത് ഞങ്ങൾ വരുന്നതിൻ്റെ ഇപ്പം ഞങ്ങൾ തിരിച്ചു ബോംബെയിലെത്തി. അപ്പോൾ വരുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് തൊട്ടേ എന്നും ഉച്ച കഴിയുമ്പോൾ നല്ല ഇടിവെട്ടി മഴയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാ. ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേണ്ടി ഒന്നും എടുത്തതല്ലേ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ വീട്ടിലെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ജോസ്റ്റാൻ ഇതുപോലെ തൂമ്പ എടുത്ത് കിളയ്ക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു ഞാൻ ജോസ്റ്റാനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നുമക്കളെ, അതല്ല സത്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. മുറ്റം ചെത്തുന്ന സമയത്ത് ചേച്ചി ഫോട്ടോ എടുക്കുന്നു. ചേച്ചിയെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി ജോസ്റ്റാൻ ഒരു പോസ് കൊടുക്കാൻ വേണ്ടി ഈ തൂമ്പ എടുത്ത് വെട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ ഞാൻ ജോലി ചെയ്യിപ്പിച്ചതൊന്നും അല്ല കേട്ടോ. പലരും പറഞ്ഞു ഇന്നോ പാവത്തിനെ നാട്ടിൽ കൊണ്ടിട്ട് ശരിക്കും ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, അതൊരു നാണംകേടായിട്ടും അല്ല കാണുന്നത്. പക്ഷേ ഞാൻ ജോലി ചെയ്യിച്ചു എന്നൊരു ചോദ്യം വന്നതുകൊണ്ട് ഞാൻ ഇത്രയും ക്ലിയർ ചെയ്തതേ ഉള്ളൂ. അത് കേട്ടവർക്ക് അങ്ങനെ തോന്നാൻ കാരണം ബാക്കിൽ നിന്ന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പോലുള്ള ഡയലോഗായിരുന്നു എൻ്റെത്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആലുവേരയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനിത് കുറച്ച് കൊണ്ടുവരുമെന്ന്. ഇത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക. 3 പൊതിയാക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ പൊതിക്കകത്ത് ഓരോ മടക്കിൻ്റെ അവിടെ ഓരോന്ന് വെച്ച് ഇങ്ങനെ 4-5 എണ്ണം ഒരു പൊതിയിൽ കണ്ട. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നേ. ഇതുപോലെ ഞാൻ ഫ്രീസറിലല്ല വെച്ചേക്കുന്നത്, സാധാ വെച്ചേക്കുന്നിടത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നിടത്ത് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് പാവയ്ക്ക ഉണങ്ങിയത്. ഇത് കുറേ ഉണ്ടായിരുന്നു, 1-2 പ്രാവശ്യം ഫ്രൈ ചെയ്തു. അപ്പോൾ ജോസാന് പാവയ്ക്ക ഇങ്ങനെ ഉണങ്ങി ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പെട്ടെന്ന് കുറച്ച് വാങ്ങിച്ച് ഉണക്കി തന്നു വിട്ടതാ. ഇത് 1 കിലോ വാളംപുളി. എനിക്ക് വാളംപുളി ഇഷ്ടം പോലെ ചിലവാകും. ചമ്മന്തിക്കായാലും സാമ്പാറിനായാലും രസം ഇടയ്ക്കിടയ്ക്ക് വെക്കും. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ഇതെന്താണെന്ന് മനസ്സിലായോ? കാടമുട്ട. അപ്പോൾ അധികമൊന്നുമില്ല, 4 പാക്കറ്റേ ഉള്ളൂ. അതിൽ കുറച്ച് ബിജീസ് കിച്ചണിന് കൊടുത്തു വിട്ടു, ബാക്കിയുണ്ട്. ഇത് പെട്ടെന്ന് തീർക്കണം, ഒത്തിരി നാൾ വെച്ചേക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൂട്ടത്തിൽ ഒരു 10 താറാമുട്ടയും കൊണ്ടുവന്നായിരുന്നു. താറാമുട്ട തീർന്നേ. ഇത് ഉണക്കമീനാണേ. ഇത് സ്രാവ് ഉണങ്ങിയതാ. കിലോ 400 രൂപ. പിന്നെ കുറച്ച് മത്തിയും കൊണ്ടുവന്നു. മത്തി എനിക്ക് തോന്നുന്നു കിലോ 150 ആണോ 100 ആണോ ഓർമ്മയില്ല. അതും കുറച്ച് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതുമുണ്ട്. അപ്പൊ മത്തി ഞാനൊരു ഡബ്ബയിലിട്ട് പുറത്ത് തന്നെ വെച്ചേക്കുന്നത്. അപ്പൊ മത്തി ഒത്തിരി നാൾ വെച്ചേക്കാൻ പറ്റത്തില്ല, അതിന് സ്മെല്ല് എടുക്കും. അതുകൊണ്ട് അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓരോ ദിവസവും ഫ്രൈ ചെയ്ത് തീർക്കുക. ഇത് ഫ്രിഡ്ജിൽ തന്നെ താഴെ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നിടത്ത് ഞാനൊരു 4-5 കവറിലാക്കി പൊതിഞ്ഞ് ഇട്ടേക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ സ്മെല്ല് ഒട്ടും എടുക്കില്ല. ഇത് നാട്ടിലെ അങ്ങാടിക്കടയിൽ നിന്നും ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇറച്ചിക്കൂട്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഓരോ പൊതി 50 രൂപയുടെ പൊതി, 100 രൂപയുടെ പൊതി. ഇത് 100 രൂപയുടെ പൊതിയാ. അപ്പോൾ ഇത് എല്ലാം ഉണ്ട് ഇതിൽ. നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് ഞാൻ കുറേശ്ശെ പൊടിച്ച് വെക്കുക. ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് ചൂടാക്കി പൊടിച്ചാൽ വെക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച് വെക്കില്ല, കാരണം നമ്മുടെ ഗരം മസാലയുടെ മണം പോവും. അപ്പോൾ പൊടിക്കുമ്പോൾ കുറച്ചൊരു 6-7 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് പൊടിക്കും, പിന്നെ തീരുമ്പം വീണ്ടും പൊടിക്കും. അങ്ങനെ ചെയ്യുന്നത്. ഗരം മസാല ഉണ്ടാക്കേണ്ട വിധം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് എന്തോന്ന് മനസ്സിലായോ? കരിപ്പോട്ടിയാണേ. ആക്ച്വലി ഇത് ഞങ്ങള് അന്ന് എറണാകുളം തിവാതിക്കയുടെ വീട്ടിൽ പോയപ്പോൾ ഓൺ ദ വേ തിരുനെൽവേലി കരിപ്പോട്ടി വഴിയിലിരുന്ന ആളുകൾ വിൽക്കുന്നത് കണ്ടു. ഏത് സ്ഥലത്തുനിന്ന് മേടിച്ചെന്ന് എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് മേടിച്ചതാ. ഈ വലിയ റൗണ്ടുള്ള ഇതും ഉണ്ട്. ഇത് സാധാ കരിപ്പോട്ടി. മറ്റേ ഇത് ചുക്കും കൂടി ചേർന്ന്, ചുക്കും ഏലക്കാടെ ഫ്ലേവറും ഒക്കെയുള്ള ഒരു പീസ് മതി ഒരു ഗ്ലാസ്സിന്. അങ്ങനെയുള്ള കരിപ്പൊട്ടി 2 ടൈപ്പ് ഉണ്ട്. ഞാൻ പനിയും അലർജിയൊക്കെ വരുമ്പോൾ കഷായം ഉണ്ടാക്കുന്ന വിധം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, തുളസി ഇലയും ഇതും എല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അതിനു വേണ്ടി കരിപ്പൊട്ടി എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും. ഇത് തേൻ വൻതേനാണ്, പ്യുവർ തേന.
ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ തോട്ടത്തില് തേൻ ഉണ്ടാക്കുന്നിടമുണ്ട്, അതായത് തേനീച്ചക്കൂടുണ്ട്. അപ്പൊ അവിടെ തേൻ എടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും അമ്മ എനിക്കും എന്റെ ചേച്ചിക്കും, അതായത് ബിജീസ് കിച്ചണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേടിച്ചു വെച്ചേക്കും. അങ്ങനെ തന്നുവിട്ട തേനായത്. ഇത് കുറച്ച് വാട്ടക്കപ്പ. ഇത് എന്റെ മൂത്ത ചേച്ചി വേടിച്ച് വാട്ടി ഉണക്കി വെച്ചിരുന്നതാണ്, എനിക്ക് തന്നു വിട്ടതാ. വാട്ടക്കപ്പ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ദേ ഇതാണ് നമ്മുടെ കപ്പ, മരച്ചീനി. ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി വെച്ചേക്കുന്നതാ. ഇത് കുരുമുളക് ഉണങ്ങിയത്, വീട്ടിൽ തന്നെ ഉണങ്ങിയതാണ്. വീട്ടിൽ കുരുമുളകിന്റെ ചെടിയുണ്ട്. എനിക്ക് കുരുമുളകും ഇഷ്ടംപോലെ ചെലവാകും. കഷായം വെക്കാനാണെങ്കിലും മീൻ ഫ്രൈ ചെയ്യാനാണെങ്കിലും നോൺ വെജിനകത്ത് ഇടാനാണെങ്കിലും എല്ലാത്തിനും ഞാൻ കുരുമുളക് യൂസ് ചെയ്യും. ഒരുമിച്ച് പൊടിച്ചു വെക്കത്തില്ല, ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് പൊടിച്ചിട്ട് തീരുമ്പം വീണ്ടും പൊടിച്ചു വെക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സാധനം. എനിക്ക് ഇഷ്ടം പോലെ ചെലവാകുന്ന സാധനം കൊടംപുളി, അതായത് മീൻപുളി. ചിലർക്ക് ഈ സാധനം എന്തെന്ന് പോലും അറിയില്ല. കാരണം ഞാൻ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇടുമ്പോൾ അവരുടെ നാട്ടിൽ അത് ഇല്ലെന്നാ പറയുന്നത്. ഇതാണ് കൊടംപുളി, കണ്ടോ? അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കുറെ കുടംപുളി കൊണ്ടുവരും. ഇപ്രാവശ്യം ഒരു 3 കിലോയെങ്കിലും ഉണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇത് നല്ല പ്യൂവർ മഞ്ഞൾപ്പൊടിയാണ്. വയനാട്ടിൽ നിന്നും അനിയത്തി കൊണ്ടു തന്നതാ. അവരുടെ വീട്ടില് മഞ്ഞൾ കൃഷി, വയനാട്ടിലെല്ലാം കൃഷിയുണ്ടല്ലോ, അപ്പൊ അവരുടെ വീട്ടില് ഉണക്കി പൊടിപ്പിച്ചതായത്. ഇത്രയൊക്കെയാ മെയിൻ സാധനങ്ങള്. പിന്നെ കൊണ്ടുവന്ന് എന്തോ അലുവ, ചിപ്സ്, മിച്ചറ്, അതൊക്കെ തീർന്നു. ഓഫീസിലൊക്കെ കൊടുത്തു തീർത്തു. പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പക്ഷേ സ്ഥലം തികഞ്ഞില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ മെയിനായിട്ട് പിന്നെ ഒരു മീൻചട്ടി കൊണ്ടുവന്നത്. എന്റെ കയ്യിൽ വലിയ മീൻചട്ടിയായിരുന്നു. അത് നിങ്ങൾ എന്റെ പല കുക്കിങ്ങിലും കണ്ടിട്ടുണ്ട്. വലിയ ചട്ടി, ഇവിടുത്തെ മലയാളി കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പൊ വീട്ടിൽ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മീഡിയം സൈസ് ചട്ടിയും കൊണ്ടുവന്നു. അത് ഇനിയുള്ള കുക്കിങ്ങില് ആ ചട്ടി നിങ്ങൾക്ക് കാണാമേ. അപ്പോ ഇത്രയേ ഉള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ചക്ക, മാങ്ങ ഇതൊന്നും കൊണ്ടുവന്നില്ല. മാങ്ങ കൊണ്ടുവരാൻ വീട്ടിൽ അമ്മ പറഞ്ഞു, പക്ഷെ ഞാൻ കൊണ്ടുവരാഞ്ഞത് ഇവിടെ ഇപ്പൊ മാങ്ങയുടെ സീസണാണ്. ഇപ്പോഴത്തെ വില 1/4 കിലോ 15 രൂപ, 1/4 കിലോ 20 രൂപയൊക്കെയാണ് മാങ്ങയുടെ. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഒരു മാസം കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് വില കുറയും. അപ്പൊ ഞാൻ കുറച്ച് മേടിച്ച് ഇവിടുത്തെ മാങ്ങ തന്നെ അച്ചാറിടത്തേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ.